ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിൽ കുളിക്കാൻ പോവാണ്. കൂടെ അജു ഹായ് പറയണ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് പവനെ എടുക്കാനാണ്, പവനെ കൂട്ടി പോകാനാണ്. അപ്പോൾ H പോകേണ്ടി വരും. തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് പവൻ്റെ വീട്ടിലേക്കാണ്. ഓക്കെ. അതിൻ്റെ വീടിൻ്റെ അവിടേക്ക് പോകുമ്പോൾ അങ്ങനെ ചെറിയ കശ്മാവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇതാണ് പവൻ്റെ ഡാഡിയുടെ വണ്ടി. പവൻ്റെ ഡാഡിയുടെ പഴയ വണ്ടി. പവൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ കാണിച്ചില്ലേ? ഒരു മിനിറ്റ്. ഇതാണ് ആ പവൻ്റെ വീട്. അപ്പം നമ്മൾ ആ വീട് കാണിച്ചു തരാം. സോറി, കയ്യണങ്ങി. ഇടയ്ക്കിട്ട് പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു ഹോബിയാണ്. സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പിന്നെ മീൻ പിടിക്കാറുള്ള ഒരു കുളം തവിടെയുണ്ട്. ഈ ഭാഗത്തൊരു കുളമുണ്ട്. പിന്നെ അതാ ആ ഭാഗത്തൊരു പാടുണ്ട്. നല്ല രസമുള്ള. അവിടെ നിന്ന് 2.5 കിലോൻ്റെ മീൻ ഒരു ചേട്ടൻ വീടിൻ്റെ അടുത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോയി. വീടിൻ്റെ അടുത്ത് തന്നെ പാടത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോയി. നേരെ പവൻ്റെ വീട്. പവാ കമ്മ ദേ പവൻ വന്നു. ഷെഡിട്ടിട്ട് സൂര്യൻ കുളിക്കാൻ പോവാ. തോർത്തുണ്ട് എടുക്കണ്ട. എൻ്റെ എന്ത് തോർത്തുണ്ട് ചെരുപ്പിട്ട് പോയിട്ട്. അപ്പോൾ പവന് വിളിച്ചപ്പോൾ തന്നെ പവൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുളത്തിലേക്ക് പോയിട്ട് ഒരു കുളി, ഞങ്ങളുടെ കുളി കാണാം. അപ്പോൾ പവൻ്റെ അനിയത്തിനെ അവിടെ റിലേറ്റീവിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങളുടെ ഒപ്പം വരുന്നത്. അപ്പോൾ അവൻ്റെ വണ്ടിയുമേലേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ അടുത്തിട്ട് കാണാം. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ 3 പേര് കൊണ്ട് കുളത്തിലേക്ക് പോവാണ്. പോലീസുകാരൊന്നും അറിയില്ല. തൊട്ടടുത്താ 2 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. ശരി, സ്റ്റേഷനിലേക്ക് ഒരു 15 മിനിറ്റ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ റോഡായിട്ട് വലിയ ഇതൊന്നുമില്ല. അതായത് വണ്ടി പോകാൻ, അതായത് ത്രിപിളയ്ക്കുമ്പോഴേ, അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ആദ്യം ഷോർട്ട് കാണിക്കുന്നത്. പിന്നെ അത് MBD കണ്ട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാകാൻ വെച്ചിട്ടാണ്. തൊട്ടടുത്ത് തന്നെയാണ്, 2 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. അതെ, ഞാനും പവനും ഈ കുളത്തിലാണ്. നല്ല ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതേ പവൻ ചാടി. ഇനി അജിപ്പോൾ ചാടും. ചാടജി ട്രൗസർ ചാടും. ഞാൻ ചെട്ടി ചാടും. ഓക്കെ. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് കാണാം. ഞാൻ നീന്തണ വീഡിയോസ് ഒന്നും എടുക്കണില്ല കേട്ടോ. നമ്മളത്ര വലിയ നീന്തക്കാരനൊന്നുമല്ല. എടുക്കട്ടോ, ചാട്. ഹായ്. അപ്പോൾ കുളി കഴിഞ്ഞു. ചിലപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഞാനെന്താ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊപ്പം നടക്കാണ്ട് ആൾക്കാരൊപ്പം നടക്കാണ്ട് ചെറിയ പിള്ളേരൊപ്പം നടക്കണേ സംശയം ഉണ്ടാവും. കാരണം വെച്ചാലേ നമ്മൾ ആ വലിയവരൊപ്പം നടക്കുമ്പോഴേ നമ്മളെന്തെങ്കിലും അവരോട് പറഞ്ഞാലൊക്കെ, അല്ലെങ്കിൽ കുറച്ച് കാലം നടക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഇതുപോലെ വല്ല വീഡിയോസിൻ്റെ കാര്യം പറയുകയോ വല്ല എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവരാദ്യം ആടാ അടിപൊളിയായിട്ടാ, അല്ലെങ്കിൽ ആ ചെയ്യാടാന്നൊക്കെ പറയും. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു കൊടുത്താലും ആടാ സൂപ്പറായെന്ന് പറയും. പക്ഷേ ഉള്ളിൽ ചിരിക്കുകയെന്ന് നമുക്കത് മനസ്സിലാവും. നമ്മളില്ലാത്തപ്പോൾ നമ്മളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഭയങ്കര ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഓർമ്മയില്ലാത്ത ഒരു ടൈമിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം നമ്മൾ ഒരാളെയും അങ്ങനെ കളിയാക്കാൻ പോകാറില്ല. പിന്നെ നമ്മുടെ പിള്ളേരെ എന്തെങ്കിലും പറയുന്നല്ലാണ്ട്. അപ്പോൾ പിള്ളേരൊപ്പം നടക്കണത് എന്തിനാണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഉള്ളിൽ കളങ്ങുണ്ടാവില്ലല്ലോ. അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പിള്ളേരാണ് അവർ. പക്ഷെ ഇവരൊപ്പം നടന്നപ്പോൾ മനസ്സിലായത് പാട്ടിച്ച കള്ളന്മാരാ. കാണിച്ചരാ. അപ്പോൾ ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. പോയോട്ടെ. ഈ മുന്നോട്ടുള്ള ഞങ്ങളുടെ നീക്കങ്ങൾ അതിനിഗൂഢമായിരിക്കും. അല്ലടാ അജിയെ? അപ്പോൾ വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി. ലല്ലുവിൻ്റെ പനിയാണ്. കാണിച്ചത് ലല്ലുപ്പ മൂക്കാണ്. അപ്പം അവൻ്റെ പനീനെ കണ്ടില്ലേ? എൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങാൻ. കിടന്നുറങ്ങിക്കോ.
പോണ്ടിച്ചേരിയിൽ ഒരു സ്ഥല കച്ചവടത്തിന് ആൾക്കാർ വരില്ലല്ലേ. ഓക്കെ, അടുപ്പിൽ എന്തൊക്കെയോ ഒന്നുണ്ട്. ഇവിടെ ഗ്യാസ് കഴിഞ്ഞ കാര്യം ഇപ്പോൾ മനസ്സിലാക്കില്ലേ. ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് പാത്രം കഴിക്കാൻ പോകും. ഹായ് ഗായ്സ്, അപ്പോൾ ഞാനും അല്ലും പ്രത്യുഷ്, അതുപോലെ തന്നെ പ്രത്യുഷിൻ്റെ അനിയൻ, പിന്നെ നമ്മുടെ അജ്ജി, അപ്പോൾ എല്ലാവരും കൂട്ട് എൻ്റെ റൂമിൽ നിന്നിട്ട് ഒരു ഹൊറർ മൂവി കാണാൻ പോവാണ്. പടത്തിൻ്റെ പേര് സ്റ്റാൻസ് സ്ലേവ്സ് എന്നാണ്. ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ്. കൂടെ വിശാഖുണ്ട്. കാണിച്ചു തരാം. ഇവിടെ ആൾക്കാരുള്ള പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കണേ. ഇതെടുക്കാനാ? അല്ല, പൈസ പറയണേ. വേറൊന്നല്ല പറയണേ, അവിടെ കാണിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ പോണ്. ഓക്കെ, കഴിച്ചിട്ട് കാണാം.